ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഉണക്കമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കായയും മുരിങ്ങക്കോലും ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് നല്ല കുറുകിയ ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ദേ ഞാനൊരു വലിയൊരു മുരിങ്ങക്കോലും പിന്നെ ഒരു പച്ചക്കായയും എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം, ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു പിടി ഉണക്ക നെത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കായ നന്നായിട്ട് കഴുകി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്ക അല്ലെങ്കിൽ മുരിങ്ങക്കോല് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് നടുവേ ഒന്ന് പിളർന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പഴുത്ത തക്കാളി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് നിറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിന് വാളംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് മുളക് പൊടിയുടെ നേരെ പാതിയാണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതേ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആ സെയിം ജാറിൽ 1 കപ്പ് വെള്ളവും കൂടെ ഞാനൊന്ന് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് കലക്കി നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കായയും ഉണക്കമീനും ഒക്കെ നമുക്ക് ഇതിനോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആദ്യമേ തന്നെ ഞാൻ പച്ചക്കായ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മുരിങ്ങക്കോലും കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ നെത്തോലി ഉണക്കമീനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ മറക്കരുത്. അപ്പോൾ ദേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറിയൊക്കെ നന്നായിട്ട് സെറ്റായി കുറുകി തന്നെ കിട്ടിയിട്ടുണ്ട്. കായും മുരിങ്ങക്കോലും മീനും ഒക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കുറുകിയ ഉണക്കമീൻ കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.